സുരേഷ് സർ, കഴിഞ്ഞ ദിവസം യുഎന്നിൽ ട്രംപ് നടത്തിയ ഒരു പ്രസംഗം, ട്രംപ് യുഎൻ ഐക്യരാഷ്ട്രസഭയെ യഥാർത്ഥത്തിൽ വലിച്ചു താഴെയിട്ടു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. യുഎൻ എന്തിനു വേണ്ടിയാണ് ലോകത്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ട്രംപ് തുറന്നു ചോദിച്ചു. ഒപ്പം അദ്ദേഹം പറഞ്ഞു, യുഎൻ ഇടപെട്ട് പരിഹരിക്കേണ്ടിയിരുന്ന 7ഓളം യുദ്ധങ്ങൾ, 7ഓളം കലാപങ്ങൾ താനാണ് പരിഹരിച്ചത്, ഇൻക്ലൂഡ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യം ഉൾപ്പെടെ ട്രംപ് ആ വേദിയിൽ വെച്ച് പറഞ്ഞു. മാത്രമല്ല, യുഎന്നിന്റെ ആവശ്യമില്ല, വെറും വാക്കാലല്ല യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയേണ്ടത്, അതിന് യുഎൻ ഇടപെടണം എന്നൊക്കെയുള്ള രീതിയിൽ അതിനിശിതമായ വിമർശനമാണ് യുഎന്നിൽ ട്രംപ് ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ഈ ട്രംപ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? യുഎൻ കൃത്യമായി, അല്ലെങ്കിൽ യുഎന്നിന്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടുന്ന ഒരു ഇടപെടൽ ലോകത്ത് അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ യുഎൻ നടത്തുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണോ സുരേഷ് സർ? ഇത് നമ്മൾ എപ്പോഴും പറഞ്ഞു വരുന്നതാണ്. UN ഒരു ഡിബേറ്റിംഗ് സൊസൈറ്റിയാണ്. UN നടക്കുന്നതൊന്നും ഒരു ലോകത്തെവിടെയും അതിൻ്റെ ഒരു ഉപയോഗം കാണുന്നില്ല നമ്മൾ. പിന്നെയും പറയുകയാണെങ്കിൽ യുനെസ്കോവും യൂണിസെഫും പിന്നെ UNHCR ഒക്കെയാണ് എന്തെങ്കിലും പണി ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷേ ഈ ആന്റോണിയോ ഗുട്ടറസും ബാക്കിയുള്ള പാർട്ടികളൊക്കെ വെറുതെ വന്ന് TG സാറ് പറഞ്ഞ ഒരു പുട്ടടിച്ച് പോണ പരിപാടിയാണ് ഇവർക്കുള്ളത്. ഇവർ വെറുതെ ഒരു ഡിബേറ്റിംഗ് സൊസൈറ്റിയാണ്. അവിടെ വന്ന് കുറേ പ്രമേയം പാസ്സാക്കും, ഇസ്രായേലിനെ കണ്ടം ചെയ്യും, പാലസ്റ്റീൻ ഇതാണെന്ന് പറയും. ഇതൊക്കെ പറഞ്ഞ് അവർ പിന്നെയും പോകും. ഇതിലൊരു എൻഡിങ് ഇല്ല. UN ഈ പറഞ്ഞത് ശരി, ട്രംപിനെ എനിക്കൊരു ആ കാലത്ത് എന്താ പറയുക, ശരിക്കും അങ്ങേര് പറഞ്ഞ ഓരോ പൊട്ടത്തരത്തിന് നമ്മളൊരു സഹകരിക്കാൻ പറ്റില്ല ആ കാലത്ത്. പക്ഷെ എന്നാലും ട്രംപ് പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. UN എന്താ ചെയ്തിരിക്കുന്നത് എത്ര കാലമായിട്ട്? നമ്മളതാ നോക്കേണ്ടത്. UN എന്തായിരുന്നു UNന്റെ റോള്? ഒരു ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും അതിനെ എങ്ങനെയെങ്കിലും ആ യുദ്ധം നിർത്താൻ അല്ലെങ്കിൽ തീർക്കാനുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത് UN. പക്ഷേ UN തന്നെ ചൈന പറഞ്ഞ റഷ്യ കേൾക്കില്ല, റഷ്യ പറഞ്ഞ US കേൾക്കില്ല, ഇവർ 3 പേരും പറഞ്ഞ ബാക്കിയുള്ളവരും കേൾക്കില്ല. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അവിടുത്തെ ഏത് റെസൊല്യൂഷൻ കൊണ്ടുവന്നാലും അതിനെ വീറ്റോ ചെയ്ത് പിന്നെ അതിനുള്ള ബാക്കിയുള്ള പരിപാടി വേറെ. ഇതാണ് അവിടുത്തെ UNന്റെ മെയിൻ ആയിട്ടൊരു പ്രോബ്ലം. UN ഒരു ബോഡി ആയിട്ട് ഇപ്പോൾ ഇന്ത്യയാണ് UN ഉണ്ടാവേണ്ടത് ആക്ച്വലി, സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പർഷിപ്പ്. അത് നമുക്ക് പണ്ട് തന്നപ്പോൾ നെഹ്റു വേണ്ടാന്നാണ് ചൈനയ്ക്ക് കൊടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ UNന്റെ ഒരു ഇത് ട്രംപ് വന്ന് പറഞ്ഞിട്ട് ടെലിപ്രോംപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ ട്രംപിന്റെ എസ്കലേറ്റർ 2 പ്രാവശ്യം വഴിയിൽ വരുമ്പോൾ നിന്നു. അതാണ് UN ഇന്ന് UNന്റെ കണ്ടീഷൻ ഇങ്ങനെ ആയിപ്പോ എന്നൊരു ട്രംപിന്റെ ഒരു. ഇതിനു മുമ്പ് നമ്മൾ കണ്ട് ട്രംപ് UNലേക്ക് കൊടുക്കാനുള്ള കാശ്, യുഎസിന്റെ അവിടുന്ന് US കൊടുക്കാനുള്ള കോൺട്രിബ്യൂഷൻ ട്രംപ് നിർത്തിവെച്ചു. ഇനി അത് വേണ്ട, ഇനി നമുക്ക് UN ആയിട്ടൊരു സംബന്ധവും ഇല്ലെന്ന് തുടങ്ങിയ ആളാണ്. പിന്നെ എന്തൊക്കെയോ ബാലൻസ് പേയ്മെന്റുകളൊക്കെ കൊടുത്ത് തീർത്തു. പക്ഷെ ട്രംപിന്റെ ഒരു അവകാശം, ഞാനാണ് 7 യുദ്ധം നിർത്തിയതെന്ന്. 7 എന്തിനാക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അത് വേണമെങ്കിൽ ഒരു 9 കൂടി ആക്കായിരുന്നു. വേറെ എവിടെയെങ്കിലും നടക്കുന്ന യുദ്ധം, നമ്മൾ കേൾക്കാത്തൊരു യുദ്ധം കൊടുത്തിട്ട്. പക്ഷെ മെയിൻ യുദ്ധമായിട്ടുള്ളത് യുക്രൈനും റഷ്യ ഇതുവരെ ട്രംപിന് നിർത്താൻ പറ്റിയിട്ടില്ല. ട്രംപിന് അതായിരുന്നു ഏറ്റവും വലിയൊരു വിജയലക്ഷ്യം എന്ന് പറയാനുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യ നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ പാകിസ്ഥാൻ തന്നെ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞ ആഴ്ച. ട്രംപിന്റെ മെയിൻ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു അക്സെപ്റ്റൻസ് ഇല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാസ എന്നെ എടുത്ത് നോക്കിക്കോളാം. ഗാസയിൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ പറഞ്ഞു നമ്മളവിടെ മെഡിറ്ററേനിയൻ ഇത് പണിയാൻ പോവാണ്, അവിടെ കംപ്ലീറ്റ് എന്താ പറയുക അടിച്ചു പൊളിച്ച് പഴുത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഫിനിഷ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ കണ്ടു ഗാസയിലൊന്നും നടന്നു തന്നെയില്ല. ഗാസയിൽ ഇപ്പോഴും അടി നടക്കുന്നുണ്ട്. ട്രംപിന്റെ ഒരു അവകാശം, ഒരു നോബൽ പീസ് പ്രൈസ് കിട്ടണല്ലോ അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹത്തിന് വേണ്ടത്. ബിക്കോസ് വേറൊന്നും അല്ലെങ്കിൽ ഇതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ബിക്കോസ് ട്രംപിന്റെ ക്യാമ്പയിൻ എന്തായിരുന്നു നമ്മളതാ നോക്കാം. ട്രംപ് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയപ്പോൾ എന്താ പറഞ്ഞത്? വി വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതിൻ്റെ അർത്ഥം അമേരിക്കക്ക് നഷ്ടപ്പെട്ട ഒരു എന്താ പറയുക പ്രസക്തി, ആ ഒരു ലോകത്തുള്ള ഒരു ഇമേജ് തിരിച്ചു കൊണ്ടുവരാന്നായിരുന്നു. ഒന്ന്, അമേരിക്ക പറഞ്ഞത് ആരും ഒന്നും കേൾക്കണില്ല, ട്രംപിന്റെ അതായിരുന്നു. രണ്ടാമത്തത്, അമേരിക്കയിൽ ലോ ആൻഡ് ഓർഡർ. ഇപ്പൊ ഞാൻ ഒരു CNN പോൾ ഇന്നലെ കണ്ടിരുന്നു. അതിൽ അമേരിക്കക്കാർ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് കാര്യത്തിന്? അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ശരിയാക്കി കൊണ്ടുവന്നേന്, അവിടുത്തെ യൂണിവേഴ്സിറ്റീസിനൊക്കെ ശരിയാക്കി എടുത്തേന്, ഈ വോക്ക് കൾച്ചറൊക്കെ ഓടിച്ച് ശരിയാക്കിയത്, ഇമിഗ്രേഷൻ പോളിസി ടൈറ്റ് ആക്കിയതിന്, പിന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നിർത്തിയതിനും ട്രംപിന് നല്ലൊരു എന്താ പറയുക പോസിറ്റീവ് ഉണ്ട് അവിടെ അമേരിക്കയിൽ. പക്ഷേ മാനുഫാക്ചറിങ് അതായിരുന്നു ഏറ്റവും വലിയ ട്രംപിന്റെ ഒരു പ്ലാങ്ക് എന്ന് പറയാം, ഇലക്ഷൻ പ്ലാങ്ക്. എന്തായിരുന്നു? ഞങ്ങൾ അവിടെ നഷ്ടപ്പെട്ട ജോലി അമേരിക്കക്കാർക്ക്, സ്റ്റീൽ, കാർ ഇൻഡസ്ട്രി, IT സെക്ടറിലുള്ള ഹൈ എൻഡ് IT സെക്ടറിൽ ഈ മീഡിയമായിട്ടുള്ള കമ്പനി ചിപ്സിൻ്റെ ഇതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരും,
അമേരിക്കയിൽ അത് പിന്നീട് സ്ഥാപിച്ച ഇവിടുത്തെ അമേരിക്കക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതൊന്നും ഉണ്ടായില്ല. അമേരിക്കയിൽ ജോലി പോയിട്ട് ഇതുവരെ ഒരു മേജർ കമ്പനി അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ കണ്ടു. നിവിഡിയയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ബാക്കി ഒറക്കിളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്താ പറയുക, അതൊക്കെ ചെറിയ ഇതാണ്. പക്ഷെ മേജർ ആയിട്ടുള്ള അമേരിക്കയുടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ കാർ മാനുഫാക്ചറിങ്. ഇവരുടെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയിരുന്നു ഒരു കാലത്ത്. രണ്ടെണ്ണം, സ്റ്റീലും കാറും. ഇത് രണ്ടും ചൈനയും ജപ്പാനും ബാക്കിയുള്ളവരും കൊണ്ടുപോയി, മെക്സിക്കോയും കാനഡയും കൂടിയിട്ട്. ഇപ്പൊ മെക്സിക്കോയും കാനഡയുടെ മേലെ ട്രംപ് ഈ പറഞ്ഞ മാതിരി നികുതി വെച്ച് ടാരിഫ് അടിച്ച് കയറ്റി. പക്ഷെ എന്താ ഉണ്ടായത്? പിന്നെ അത് പിൻവലിക്കേണ്ട വന്നു. ചൈനയുടെ മേലെ ഇതേമാതിരി 155 എന്ന് പറഞ്ഞ് പിന്നെ അത് 200 ആക്കി, 245 ആക്കി. ഞാൻ വെച്ച് ചിലപ്പോൾ 500 വരെയൊക്കെ എത്തുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അതൊക്കെ പിൻവലിച്ചു. ബിക്കോസ് ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ന് പറയും. നമ്മളൊരു കാർ ഉണ്ടാക്കണമെങ്കിൽ അതിലൊരു 1000-2000 പാർട്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം എവിടുന്ന കൊണ്ടുവരിക? ഇത് കൊണ്ടുവരാൻ സ്ഥലം വേണ്ട, ഇത് എത്തിക്കാനുള്ള സ്ഥലം വേണ്ട. ആരും സപ്ലൈ ചെയ്യുക? ഇതൊക്കെ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ സപ്ലൈ ചെയ്യാനുള്ള ഗ്ലോബൽ സപ്ലൈ ചെയിനാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഇപ്പോൾ ഉള്ളത്. ഈ ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ ചൈനയാണ് ഇപ്പോൾ ഏറ്റവും വലിയ മുന്നിൽ നിൽക്കുന്നത്. അത് നമുക്കും അറിയാം, ഇന്ത്യക്കും അറിയാം ആ കാര്യത്തിൽ. അപ്പം നമ്മൾ ആപ്പിൾ ഐഫോൺ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഐഫോൺ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഐഫോൺ ഉണ്ടാക്കണതിൽ 80% ഇപ്പം നമ്മുടെ ഇൻഡിജനൈസേഷൻ ആണ്. നമ്മുടെ അടുത്തുള്ള പ്രോഡക്ട്സ് ഐഫോണിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ഐഫോൺ ശ്രീപെരുമ്പദൂരിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ അപ്പോഴും 10-12% ചൈനയുടെ നിന്നാണ് വരുന്നത്. സ്പെഷ്യലി ടോപ്പ് ക്ലാസ്സും മറ്റ് ബാക്കി ചില പാർട്സ് ഒക്കെ ചൈനയിൽ നിന്നാണ് വരുന്നത്. അതിപ്പോൾ ഇന്ത്യയിലും മാനുഫാക്ചറിങ് തുടങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സെൽഫോൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ MD ആയിട്ട് വർത്താനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പരിപാടി നമുക്കിനി ഒരു 2 മാസത്തിൽ തീർക്കാം. ചൈനീസ് ഡിപ്പെൻഡൻസ് നമുക്ക് നമ്മളായിട്ട് ഈ ടോപ്പ് ഗ്ലാസും മറ്റ് പരിപാടികളൊക്കെ ഫ്ലാറ്റ് പാനലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഗ്ലോബൽ മാനുഫാക്ചറിങ് കൊണ്ട് ചൈനയിലെ ആ ഗ്ലോബൽ മാനുഫാക്ചറിങ് USA കൊണ്ടുവരാമെന്നായിരുന്നു ട്രംപിന്റെ ഒരു സ്ട്രാറ്റജി. അതിലാണ് ബേസിക്കലി ഇലക്ട്രിക് കാർസ് ഒന്നായിട്ട്, പിന്നെ ചൈനയിലേക്ക് ചിപ്സ് കൊടുക്കാണ്ടിരിക്കാൻ, ചൈനയുടെ ടെക്നോളജി മുമ്പിലേക്ക് എന്താണ് പ്രോഗ്രസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയായിരുന്നു അത്. പക്ഷെ അവിടെയും ബാക്ക് ഫയർ ആയി കംപ്ലീറ്റ് ആയിട്ട്. ട്രംപിന് അവിടെയും ഈവൻ തെറ്റുപറ്റിയെന്നല്ല, ട്രംപിന്റെ സ്ട്രാറ്റജിയിൽ തെറ്റായി അവിടെ. പക്ഷെ അവസാനം എല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന്, ട്രംപിന്റെ ഒരു മേജർ ഇഷ്യൂ ഒരു ക്രെഡിബിലിറ്റിയാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് എപ്പോഴായാലും, ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇമേജ് ഉണ്ട്. ഏറ്റവും പവർഫുൾ നേഷനാണ്, ലോകത്തെ ഏറ്റവും ശക്തമായ നേതാവാണ്. അതിനൊരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ഇന്ന് പറഞ്ഞ കാര്യമല്ല നാളെ പറയുന്നത്, നാളെ പറഞ്ഞ കാര്യമല്ല മറ്റന്നാൾ പറയുന്നത്. ഇതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അതാണ് അമേരിക്കക്കാർക്ക് ദേഷ്യം വരുന്നത്. ബിക്കോസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഞങ്ങളുടെ അവിടെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ട്രംപ് ഇന്ന് പറഞ്ഞ കാര്യമല്ല നാളെ പറയുന്നത്. അപ്പോൾ ആ കമ്പനി കാശ് വെച്ച് അവർ 100 കോടി 200 കോടി വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതൊരു 2 ആഴ്ച കഴിയുമ്പോൾ പോളിസി മാറിക്കഴിഞ്ഞാൽ ആ കാശ് മുഴുവൻ വേസ്റ്റ് ആവും. ഇപ്പൊ ട്രംപ് ഇപ്പൊ UN പോയി UN കുറെ ഈ പറഞ്ഞവരെ കുറിച്ച് ചീത്ത പറഞ്ഞു പോകുന്നു, ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. പക്ഷെ അതല്ല അതിന്റെ കാര്യം. UN ആയിട്ടുള്ള ഒരു മാൻഡേറ്റ് ഉണ്ട്, ശരിയാണ്, ഫെയിൽ ആയിട്ടുണ്ട് ടോട്ടലി. ഞാനും പറയണേ UN പിരിച്ചുവിടാണ് ഏറ്റവും നല്ലത്, കുറെ കാശ് ലാഭിക്കാനാണ്. വെറും യുനെസ്കോവും ഞാൻ പറഞ്ഞാൽ യൂണിസെഫും UNHCR വെച്ചാൽ മതി, ബാക്കിയുള്ളവരൊക്കെ വേസ്റ്റ് ആണ് വെറുതെ. പക്ഷെ ഇപ്പൊ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറയും. കുറെ ആൾക്കാർ ഇപ്പൊ നമ്മൾ കോങ്കോയിലും നമ്മുടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് പോയിട്ടുണ്ട്, സുഡാനിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ അവിടെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യണ, ഒരു പോലീസുകാരന്റെ മാതിരി 2 ഗ്രൂപ്പിനും നടുക്കിൽ നിൽക്കുകയാണ് നമ്മൾ. അവർ കല്ല് ഇങ്ങോട്ട് അറിയും, ഇവർ കല്ല് അങ്ങോട്ട് അറിയും, അല്ലെങ്കിൽ അവർ ഫയറിങ് ഇങ്ങോട്ട് ചെയ്യും, ഇവർ ഫയറിങ് അങ്ങോട്ട് ചെയ്യും. പക്ഷെ ട്രംപിന്റെ ഒരു ക്രെഡിബിലിറ്റി ലോകത്ത്, അതാണ് ഏറ്റവും വലിയ ട്രംപിനുണ്ടായ തിരിച്ചടി. ഈ UN പോയിട്ട് UN ചീത്ത പറയാൻ കാരണം ട്രംപിന്റെ തന്നെ തെറ്റാണ്. ട്രംപ് ഈ പറഞ്ഞ മാതിരി ഒരു നോബൽ പീസ് പ്രൈസ് ഇന്ന് വരെ ആരും ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല. ട്രംപാണ് ആദ്യമായിട്ട് എനിക്കൊരു നോബൽ പീസ് പ്രൈസ് വേണം, എനിക്കൊരു നോബൽ പീസ് പ്രൈസ് പറഞ്ഞുകൊണ്ട് പോവാണ് ആളിങ്ങനെ. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു നോബൽ പീസ് പ്രൈസ് വിന്നറിന്. അതിനു മുമ്പ് നമ്മൾ നമുക്കറിയാലോ, പാലസ്റ്റൈനും ഇസ്രായേലും കൂടി അഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ ഐ തിങ്ക് ജിമ്മി കാർട്ടറിന്റെ സമയത്തായിരുന്നുണ്ട്. ആ സമയത്ത് നടന്ന ഇസാഖ് റബീനും അവർ തമ്മിൽ നടന്ന ഒരു യാസിർ അറഫാത്ത് തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ല നോബൽ പീസ് പ്രൈസ് അവർക്ക് കിട്ടുന്നു. പക്ഷെ കിട്ടിയത് അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് ഇതൊരു ഞാൻ 7 യുദ്ധം നിർത്തി, ഞാൻ ഈ പറഞ്ഞ മാതിരി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ന്യൂക്ലിയർ വാർ നിർത്തി, യുക്രൈൻ റഷ്യൻ തമ്മിൽ നിർത്താൻ പോകുന്നു, നാളെയോ മറ്റന്നാളോ. പക്ഷെ ഇന്ന് വരെ അതൊന്നും ആയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഈ പ്രോബ്ലം.
എന്തായാലും ട്രംപിന്റെ ക്രെഡിബിലിറ്റി കുറയുന്നു എന്നതിനൊപ്പം തന്നെ സുരേഷ് സാർ സൂചിപ്പിച്ചതുപോലെ UN ഇന്ന് ലോകത്തിന് മുന്നിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതുകൂടി അവർ തന്നെ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. UN ഇടപെട്ട് തീർക്കേണ്ടുന്ന പല വിഷയങ്ങളും പല യുദ്ധങ്ങളും ഉൾപ്പെടെ UN കൃത്യസമയത്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് അമേരിക്ക ഫണ്ടിങ് നിർത്തുമോ UN-നുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ട്രംപിന്റെ വിമർശനങ്ങളിൽ നിന്നൊക്കെ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സുരേഷ് സർ. താങ്ക് യു.